വലിയ ജോലിയല്ല, ചെറിയ ജോലിയാണ്. പക്ഷേ ആ ജോലി വളരെ പ്രാധാന്യമുള്ളതാണ്. Whenever the train was going to be coming by, he would take a lantern that had a fire burning in it, and he would stand in the crossing and begin to wave the lantern. Are you sure that you did your job and you warned the people with the lantern? അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് കഴിയാവുന്നത്ര മുഴുവൻ ശക്തിയോടുകൂടെ ഈ റാന്തൽ വീശിക്കൊണ്ടിരുന്നു. He said, yes sir, I did. ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. And the judge entered the court and said, this man cannot be prosecuted. This man did his job. അവിടെയുള്ള ന്യായാധിപൻ പറഞ്ഞു, ഈ മനുഷ്യനെ എങ്ങനെ ന്യായം വിധിക്കാൻ കഴിയുന്നത്? തന്നെ ഏൽപ്പിച്ച് ജോലികൾ കൃത്യമായി ചെയ്തു. He went out into the foyer of the courtroom and everyone was celebrating around him. അദ്ദേഹത്തിന് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവരെ ഈ വിധി കേട്ട് മുഴുവൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. They were telling him, good job, good job. വളരെ നല്ലത്, വളരെ നല്ലത്, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനോഹരമാണ്, നല്ല ജോലി ചെയ്തെന്ന് പറഞ്ഞു. They were congratulating him on winning the case. ആ കാര്യം, ആ കേസ് ജയിച്ചതിനവരൊക്കെ പ്രഖ്യാപിച്ചു. And he began to tremble and he began to cry. അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ അഭിനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ വിറയ്ക്കാനും കരയാനും തുടങ്ങി. They said, sir, what are you upset about? അത് ആളുകൾ ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? He said, I feared that they were going to ask me one more question. ഞാൻ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. അവരെന്നോട് ഒരു ചോദ്യം ചോദിക്കുമോ എന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. I feared that they were going to ask me, did you have fire in your lantern that night? അവരെന്നോട് ചോദിക്കുമെന്ന് ഞാൻ പേടിച്ചിരുന്ന ചോദ്യം ഇതാണ്, റാന്തൽ നിന്റെ കയ്യിലുണ്ടായിരുന്ന സത്യമാ, പക്ഷേ റാന്തലിനകത്ത് വെളിച്ചമുണ്ടായിരുന്നോ എന്ന് അവർ നിന്നോട് ചോദിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. He said, because that night I had a lantern, but the fire had gone out. And so when I was waving the lantern, the people could not see. There was no fire in the lantern. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ റാന്തൽ വീശിയുള്ള സത്യമാ, എന്റെ കഴിവുകൾ ഉപയോഗിച്ച് റാന്തൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി എന്നുള്ളത് സത്യമാ, പക്ഷേ റാന്തലിനകത്ത് വെളിച്ചമില്ലായിരുന്നു. വെളിച്ചമില്ലാത്ത ഒരു റാന്തലാണ് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ട് എങ്ങനെയാണ് ആളുകൾക്ക് അത് കാണാൻ കഴിയുന്നത്? Graduates, I want to tell you, it is possible to be doing the work of the ministry, but to have no fire in your lantern. Hallelujah. എന്റെ ഗ്രാജുവേറ്റ് കടന്നു വന്നിരിക്കുന്ന ദൈവത്തോട് പറയാം, നീ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് സത്യമാണ്, പക്ഷെ അതിനകത്ത് തീ കത്തുന്നുണ്ടോ? നിന്റെ ഒരു തീജ്വാല ഉയരുന്നുണ്ടോ? ആത്മാവിന്റെ അഗ്നി നിന്റെ മേലുണ്ടോ എന്നുള്ളത് എന്ന് നീ തിരിച്ചറിയുക. It is possible to be yelling and screaming and waving our lanterns in our Bible, but we have no fire in our lanterns. Hallelujah. ആത്മാവിന്റെ അഗ്നി നിങ്ങൾ കത്തുന്നില്ലെങ്കിൽ നിന്റെ റാന്തലിനോട് ഒരു പ്രയോജനവുമില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി നിങ്ങൾ കത്തുന്നില്ലെങ്കിൽ നിന്റെ പ്രസംഗം കൊണ്ട് ആകാശത്തിന് വിലയില്ല. ദൈവത്തിന്റെ അഗ്നി നിങ്ങൾ കത്തുന്നില്ലെങ്കിൽ നിന്റെ ശുശ്രൂഷ കൊണ്ട് വിലയില്ല. We can be warning people, but they will surely die in destruction if we do not have fire in our lanterns. നീ ആരുടെ മുന്നറിയിപ്പ് എത്ര പ്രാവശ്യം കൊടുത്താൽ നിന്റെ അകത്ത് തീ കത്തുന്നില്ലെങ്കിൽ ജനങ്ങൾ ഈ ആരുടെ മുന്നറിയിപ്പ് വെളിച്ചമായി കാണുകയില്ല, അവർ നശിച്ചു പോകും. The Bible says here in the book of Leviticus chapter 6, it outlines the duties of the priest. They offer the sacrifices a certain and a specific way. ദൈവത്തിന്റെ നിയമപ്രകാരമുള്ള നിയമങ്ങൾ ദൈവം കൊടുത്തു. They are to divide the flesh and lay it out for the sacrifice in a very specific way. മാംസത്തുണ്ടുകളൊക്കെ യാഗപീഠത്തിൽ വെക്കുന്നത് സംബന്ധിച്ച കൃത്യമായ നിയമങ്ങൾ ദൈവത്തിന്റെ നൽകിയിരുന്നു. It is a time and a shadow of the minister's ability to divide the word of God and rightly use it. ദൈവത്തിന്റെ പുതിയ നിയമത്തിലെ ശുശ്രൂഷകന്മാർ ദൈവത്തിന്റെ വചനത്തെ മുറുക്കി കൊടുക്കുന്നതിന്, വാട്ടി കൊടുക്കുന്നതിന് ദർശനമായി നിഴലായിട്ടാണ് ഈ വചനം നിൽക്കുന്നത്. But in these verses, there is an often overlooked duty of the priest that we see. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ച ഈ വാക്യങ്ങൾക്കകത്ത് അവർ ശ്രദ്ധയോടുകൂടെ ആവർത്തിച്ച് നിഷ്കർഷയോടുകൂടെ പറഞ്ഞിരിക്കുന്നു, ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമുണ്ട്. Because God said to Moses, tell the priest that it is their job to keep fresh fire on the altar, never let the fire go out. മോശയോട് ദൈവം പറഞ്ഞു, യാഗപീഠത്തിന്റെ മേൽ ഒരിക്കലും തീ കെട്ടുപോകരുത്, എപ്പോഴും യാഗപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കണം. He said, don't just know about the offering. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, യാഗപീഠത്തിലെ തീ He കെടരുത്. said, every day they must remove the ashes of yesterday and bring fire that is fresh for that day. Hallelujah. മോശമാത്രമായിട്ടില്ല, പുരോഹിതന്മാരോട് പറഞ്ഞു, തലേ ദിവസത്തെ ചാരക്കൂമ്പാരങ്ങളുടെ കടകരുതൽ കർത്താവിന്റെ വേലക്കാരോട് ഗ്രാജുവേറ്റ്സിനോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ
യഹോവയുടെ വചനം തന്റെ അസ്ഥികളിൽ വന്ന് കത്തുന്ന തീ പോലെ ആളി പടർന്നു എന്ന് യെരമ്യാവ് പ്രസ്താവിച്ചത്. അവർക്ക് ശുശ്രൂഷിക്കാൻ പാകത്തിലുള്ളതായ വമ്പൻ സ്ഥാപനങ്ങളുണ്ട്, വലിയ പള്ളികളും ഹോളുകളും ഉണ്ട്. പക്ഷേ ആത്മാവിന്റെ അഗ്നി എന്നെ കെട്ടുപോയി. എന്റെ മകൻ വിളിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ ശുശ്രൂഷയിലെ ഒന്നാമത്തെ കാര്യം മാംസം അറക്കുന്നതല്ല, ആത്മാവിന്റെ അഗ്നി കെട്ടുപോകാതെ എന്റെ ഉള്ളിൽ സൂക്ഷിക്കണമെന്ന് എന്റെ മകൻ ആഗ്രഹിക്കുന്നുണ്ട്. കല ഉയർത്തിപ്പിടിച്ച് എന്റെ മകൻ ആത്മാവിന്റെ അഗ്നി നമ്മൾ പകരുവാനായി ഏൽപ്പിച്ചു കൊടുക്കണം. നിരന്തരമായി പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ നിരന്തരമായി ദൈവവചനത്തിന്റെ പഠനത്തിലൂടെ ആത്മാവിന്റെ അഗ്നി കെട്ടുപോകാതെ നമ്മുടെ ശുശ്രൂഷയിൽ നാം സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മോശെ യാഗപീഠത്തിലെത്തി ഒരിക്കലും കെട്ടുപോകാതെ പുരോഹിതന്മാർ സൂക്ഷിക്കണമെന്ന് അവരോട് കൽപ്പന കൊടുക്കണമെന്നാണ് ദൈവം മോശയോട് പറഞ്ഞത്. പുതിയ നിയമത്തിലെ വേദശാസ്ത്രത്തിൽ പൗലോസ് പറയുന്നത് നമ്മുടെ ശരീരങ്ങളാണ് ദൈവത്തിന്റെ യാഗപീഠം. സൂക്ഷിക്കണമെന്ന് പറയുന്നത് പുതിയ നിയമ വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ജീവിതം എന്ന യാഗപീഠത്തിന്റെ മേൽ യഹോവയുടെ തീ ഒരിക്കലും കെട്ടുപോകരുത്. When you let the power of the Holy Spirit be operating in your life, you will see the miraculous things of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ നിന്റെ ജീവിതത്തെ അർപ്പിച്ചു വാരികളിൽ കൊടുക്കുമ്പോൾ പിന്നെ നീ കാണാൻ പോകുന്നത് നിന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ അത്ഭുതമാണ്. The Bible says in the book of Acts chapter 4 that the church was praying one day with all diligence. അപ്പോസ്തലപ്രവൃത്തി 4-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ തിരുസഭ പൂർണ്ണ ജാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. They were saying, God, fill your servants with boldness to preach your word and signs and wonders that follow. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയിൽ നിന്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാനും ആ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുവാനും അവർ പ്രാർത്ഥിച്ചു. And the Bible said the place where they were began to shake. Praise God. വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങാൻ തുടങ്ങി. The very building they were in began to shake and respond to the Spirit of God. അവരുടെ പ്രാർത്ഥനയുടെ അനന്തരഫലമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് മറുപടി കൊടുത്തപ്പോൾ അവർ ഇരുന്നിരുന്ന കെട്ടിടം പോലും വിറയ്ക്കാൻ തുടങ്ങി. That's the power of the Holy Spirit we need working in our life. Hallelujah. Isaiah chapter 6 that Isaiah saw the Lord high and lifted up and the angels praising him. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവത്തെ യെശയ്യാവ് ദർശിക്കുന്നു. And he said the worship of the angels caused the pillars to begin to cause the place to tremble. Hallelujah. അവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ദൂതന്മാർ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടികൾ വിറയ്ക്കാൻ തുടങ്ങി. We need the kind of fire in the church that shakes the world in which we live. Hallelujah. ഇന്ന് പകൽക്കാലം ദൈവസഭകളിലെ ആരാധന തങ്ങൾ കുലുങ്ങുന്നതായിട്ട് ഒതുക്കി നിർത്തരുത്. ഇരിക്കുന്ന സ്ഥാപനത്തിന്റെ പടികൾ പോലും കുലുങ്ങത്തക്കവണ്ണമുള്ള ഒരാത്മാവിന്റെ അഗ്നിക്ക് വേണ്ടി ഇന്ന് പകൽ കൊതിക്കുന്ന ഒരു കൂട്ടമായി ദൈവസഭ മാറണം. A shaking that is undeniable, that they cannot deny the reality of Jesus. They cannot deny the power of the living God. ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് വിറയ്ക്കുവാൻ തുടങ്ങുന്ന തലങ്ങളിലേക്ക് ആളുകൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ അവർക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുന്നത്, നിരാകരിക്കാൻ കഴിയുന്നത്? The power of the Spirit is shaking the Pentecostal church, but the Pentecostal church is not shaking the world. Hallelujah. നിങ്ങൾ ഓർത്തോണം, ഇന്നത്തെ അപകടകരമായ സ്ഥിതി പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്ത് സഭകളെ ഒന്ന് ചലിപ്പിക്കുന്നുണ്ട്. പക്ഷേ സഭയെ നീ ആ ഇരിക്കുന്ന ലോകത്തെ ചലിപ്പിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? We need a fresh fire from the Holy Spirit.